നമുക്കൊരു അവിൽ മിൽക്ക് ആയാലോ? അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു നോർമൽ അവിൽ മിൽക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഹൈ ലെവലൊന്നുമല്ല, ഒരു നോർമൽ. അപ്പം നമ്മൾ അതിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പാല്, ചെറിയ പഴം, പിന്നെ റോസ്റ്റഡ് അവില്, പിന്നെ ഐസ്ക്രീമും, പിന്നെ വേറൊരു ഐറ്റം, അതായത് ബൂസ്റ്റ് ഇല്ലേ, 5 രൂപയ്ക്ക് കിട്ടുന്ന നമ്മുടെ ബൂസ്റ്റിന്റെ പൊടി, അത് വാങ്ങി. അങ്ങനെ നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം തന്നെ ചെറിയ പഴം കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ നന്നായിട്ടിട്ട് അടിച്ചു. നന്നായി ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ല ഓണായിട്ട് അടിച്ചു. അതിനുശേഷം നമ്മുടെ ഈ ഒരു 3 ഗ്ലാസ് എടുത്തിട്ട്, 3 ഗ്ലാസ് ഇത്രയും വലിയ ഗ്ലാസ് ഒന്നും ആവശ്യമില്ല. അഹിമോന് ഞങ്ങൾ ഇത്ര കുടിക്കും, പക്ഷെ അഹിമോന് ഇത്രയൊന്നും കുടിക്കില്ല, പക്ഷെ അവന് കാണണം ഗ്ലാസ്സിൽ ഇത്രയൊക്കെ. അങ്ങനെ ഞങ്ങൾ 3 ഗ്ലാസ്സിലേക്കും കുറച്ച് നമ്മൾ ഇട്ട് ഈ ഷുഗർ കൂട്ടിയിട്ട് അടിച്ചിട്ടില്ല ഈ പഴം അതിലേക്ക് ഇട്ടു. ദെൻ റോസ്റ്റഡ് അവിൽ ഇട്ടു, പിന്നെ നമ്മുടെ ഐസ്ക്രീം ഇട്ടു, പിന്നെ നമ്മൾ പാലൊഴിച്ചു. അപ്പോൾ പല ടൈപ്പ് ഓഫ് അവിൽ മിൽക്കുകൾ ഉണ്ട്. അപ്പം നമ്മളിതൊരു നോർമൽ അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. കടയിൽ പോയി കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി അവിൽ മിൽക്ക്, അതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ വീട്ടിലൊരു നോർമൽ അവിൽ മിൽക്ക് നല്ല ഹൈജീൻ ആയിട്ട് കുടിക്കുകയാണ്, അതല്ലേ ബെറ്റർ. അങ്ങനെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതേ പ്രോസസ്സ് തന്നെ. അപ്പം നമ്മൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്, അതായത് ബൂസ്റ്റിന്റെ പൊടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിൽ മിൽക്കിൽ. ഏറ്റവും ലാസ്റ്റ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ നമുക്ക് കുറച്ച് ബൂസ്റ്റിന്റെ പൊടി ഇങ്ങനെ വിതറിയിടാണ്. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ബൂസ്റ്റിന്റെ പൊടി ഇട്ടിട്ട് കഴിക്കുന്നത് ഞാൻ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന്, എൻ്റെ നിയർ ബൈ ആയിരുന്നു എൻ്റെ ഓഫീസ് അന്നേരം. അപ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ അവിടുന്ന് ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ അവിടെ വന്നിട്ടായിരുന്നു നമ്മൾ അവിൽ മിൽക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് 25 രൂപയായിരുന്നു, ഇപ്പം റേറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പം അന്നത്തെ ആ അവിൽ മിൽക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ ആ ഒരു ബൂസ്റ്റ് പൊടി എനിക്ക് ഇടാന്ന് വിചാരിച്ചു, പക്ഷെ ഐജേട്ടന് ഇഷ്ടമല്ല. അങ്ങനെ ഞാനും വാവസും കൂടി 2 ബൂസ്റ്റ് പൊടി കാലിയാക്കി. ഒന്ന് ഞാൻ തന്നെ ഇതിലിട്ട് ഫുള്ള്. അഹിമോന് ഇപ്പം ഇടണ്ട, ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ കുടിക്കുമ്പോൾ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് ആൾ ആ ഒരു ബൂസ്റ്റ് പൊടിയും കൊണ്ടുപോയി ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നാണ് ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇതൊന്നും ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിൽ മിൽക്കൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അഹിമോൻ അങ്ങനെ അധികം കഴിക്കൊന്നുമില്ല, വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കഴിക്കുന്നതിനോട് ഞങ്ങൾക്ക് കമ്പനി തരുന്നതാണ് ആശാൻ. അപ്പോൾ ഇടയ്ക്ക് എന്താക്കുക, ഈ ബൂസ്റ്റിന്റെ പൊടി ഞാൻ ഇടുന്നത് കൊണ്ട് തന്നെ അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മേലെ കുറേ ബൂസ്റ്റിന്റെ പൊടി ഇട്ടിട്ട് ഈ ഐസ്ക്രീമും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് റോസ്റ്റഡ് അവിലും എടുത്തിട്ട് ആദ്യം മേലത്തെ മാത്രം കഴിക്കും. പിന്നെ കുറച്ചു നേരം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. പക്ഷെ ആൾക്ക് ഫുൾ ഈ ഒരു ഗ്ലാസ്സിൽ ഫുള്ള് കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ TV ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുകയാണ്. പൊടി മൊത്തം അതിലിട്ടിട്ട് ഇളക്കി മറച്ചിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഒന്ന് ചിരി വന്നിട്ട് പോയിട്ടോ, വെറുതെ ചിരിക്കുകയാണ്, ഉണ്ടാക്കി ചിരിക്കുകയാണ്. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ.